എല്ലാവർക്കും സുമീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചപ്പാത്തിക്കുള്ള ഉള്ളിക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിയും ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ട് തക്കാളിയൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ടത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തി വരത്താണ്. കറണ്ട് പോയിട്ടോ വീഡിയോ എടുക്കണതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. എണ്ണ തേച്ചിട്ടാണ് കേട്ടോ ചപ്പാത്തി ചുടുന്നത്. മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുകയാണ്. മോൻ ആദ്യം വന്നിട്ടാ കഴിക്കാൻ. ഇനി ഞങ്ങൾ രണ്ടുപേരും കഴിക്കുകയാണ് കേട്ടോ. മോള് പിന്നെയാണ് കഴിക്കാൻ വന്നത്. അപ്പോൾ ചപ്പാത്തി കറി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിക്കായിരുന്നു അവളുടെ അടുത്ത്. അപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞ് ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഉള്ളിക്കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പുറത്താണ് കേട്ടോ നമ്മൾ ചോറ് വയ്ക്കുന്നത്. ചുക്കുവെള്ളം ചോറൊക്കെ പുറത്താണ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ തീ പിടിപ്പിക്കുകയാണ് കേട്ടോ. താൽക്കാലികമായിട്ടൊരടുപ്പ് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പം മോളിവിടെ കണ്ണാടി തുടയ്ക്കുന്നുണ്ട് കേട്ടോ. കണ്ണാടിയൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് അലമാരേൻ്റെ. ഇനി അടിക്കലും തുടയ്ക്കലൊക്കെയാണ് ഇനി അടുത്ത പരിപാടി. ഇനി അതൊക്കെ തുടയ്ക്കുകയാണ്. അപ്പോൾ ഇനി മോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഞാനൊരു കൺമഷി കൊണ്ട് ഒരു പൊട്ടിട്ട് കൊടുക്കും കേട്ടോ. മുടിയൊക്കെ ചീകി ഞാൻ കളിക്കാൻ പോകും കേട്ടോ. തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളൊപ്പം കളിക്കും കുറച്ച് നേരം. ഡ്രസ്സൊക്കെ അലക്കലൊക്കെ കഴിഞ്ഞ് തോരടുന്നുണ്ടാവും. അപ്പോൾ അവിടെ വെച്ചിട്ട് എടുക്കാനുള്ള അലക്കണമെന്ന് എടുക്കാനുള്ള വീഡിയോ എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ വീഡിയോ ഒക്കെ എടുത്താണ്. മോള് കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഉച്ചത്തേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഉപ്പേരിയല്ല, അവർ ഫ്രൈ ആക്കിയത് മതി പറഞ്ഞു. അപ്പോൾ കടവലങ്ങ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ മീൻ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് എടുത്തിട്ടില്ല കേട്ടോ. അത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിയാണ് കേട്ടോ. വെണ്ടയ്ക്ക ഇങ്ങനെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഉപ്പും മുളകും മഞ്ഞളൊക്കെ ചേർത്തിട്ട് ഫ്രൈ പാനിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അവർ സ്കൂളിലൊക്കെ കൊണ്ടുപോകലുണ്ട്. അപ്പോൾ മോൾക്ക് കണ്ണിലൊരു കുരു വന്നിട്ട് ഇതേപോലെ രക്തചന്ദനം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇന്നലെ എല്ലാം വീക്കുണ്ടായിരുന്നു, കണ്ടിടന്ന് പോയി കാണാനില്ല. അപ്പോൾ ഇതിട്ടിട്ട് കുറവുണ്ട് പറഞ്ഞപ്പോൾ ഒന്നുകൂടി അരച്ചിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് അത് കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ലൊരു ഇതായിട്ട് തോന്നി. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇടുന്നത്, പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ ചെയ്തപ്പോൾ അവൾക്ക് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ കണ്ണിലെ കുരു മാറണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യാം. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് വെന്തിട്ടുണ്ട്, അത് ഊറ്റിയാണ്. മുളക് പൊടി 1 സ്പൂണ്,
എന്നിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് ഇടുന്നു കേട്ടോ. ആ വെണ്ടയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ അതിലിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെണ്ടയ്ക്ക അതിലേക്ക് ഇടുക കേട്ടോ. വെണ്ടയ്ക്ക നന്നായിട്ട് ഇട്ടൊന്ന് ഇളക്കി അടച്ച് വയ്ക്കണില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പുറത്ത് പോയി വന്നപ്പോൾ കുട്ടികൾക്ക് ബേക്കറി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അലുവയാണ്, അലുവയും നുറുക്കും. അപ്പം നമ്മൾ വെണ്ടയ്ക്ക ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഒന്നുകൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഇതാക്കാം കേട്ടോ. അപ്പോൾ മത്തി കൊണ്ടുവന്നിട്ടുണ്ട്, ചെറിയ കുഞ്ഞമത്തിയാണ്. ഞാനത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നന്നാക്കി എടുത്തിട്ട് വരട്ടെ. പിന്നെ അതേപോലെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് പുറത്ത് പോയി വന്നിട്ട് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മീനിലേക്കുള്ള തക്കാളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം കേട്ടോ. ചെറിയ ബോക്സിലാക്കിയിട്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഞങ്ങൾ കൊണ്ടുവന്ന ബോക്സാണ്. അപ്പോൾ മോളാണ് ഇങ്ങനെ ഇട്ട് വയ്ക്കുമ്പോൾ എന്താ പറയുക, പച്ചക്കറിയൊന്നും വല്ലാണ്ട് കേട് വരാതെ ഇരിക്കും. നമ്മളല്ലാണ്ട് ആ ബോക്സിൽ മാത്രമാക്കിയിടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയായാലും അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞ് ഡ്രൈ ആയ പോലെ തോന്നും. ഇങ്ങനെ ആകുമ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ പുളി വെള്ളത്തിലിടുകയാണ് കേട്ടോ. മീൻ കറി വയ്ക്കാനുള്ള പുളി വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. പുളിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ചിട്ട് സമയം ഇപ്പോൾ കണ്ടോ 12:30 ആയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ സമയം വൈകിട്ടാ. പിന്നെ നമ്മളെ വീഡിയോ എടുക്കലും ഒക്കെ കൂടി ആയപ്പോൾ കുറച്ച് സമയം വൈകിട്ടുണ്ടെന്ന്. സാധാരണ ഈ സമയമാകുമ്പോഴേക്കും എൻ്റെ പണികളൊക്കെ കഴിയുന്നതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ മത്തി മുളകിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മക്കൾ ഐസ്ക്രീം കഴിച്ചിട്ട് ബാക്കി മുകളിൽ വെച്ചതാട്ടോ, ഫ്രീസറിൽ വെച്ചിട്ടില്ല. അപ്പോൾ ഞാനതെടുത്ത് ഉള്ളിൽ വെച്ചിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് അപ്പോൾ ഞാൻ ഒരാവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിച്ചോളും. അപ്പോൾ
ഇനി മീൻ കറി ഇതാ ഞാൻ ഇങ്ങനെ അടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ. തക്കാളിയൊക്കെ കൈ കൊണ്ട് ഞരടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി പരിപാടികൾ ചെയ്യാം. ഇനി മീനിലേക്കുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ അതിൽ വറക്കാനുള്ളതാണ് കേട്ടോ, അതിലിട്ടിട്ടുണ്ട്. അതുപോലെ അത് പെരിഞ്ചീരകം പച്ചയ്ക്ക് ഞാൻ പൊടിച്ചെടുത്താണ്, അത് അതിലിട്ടിട്ടുണ്ട്. അതുപോലെ ഉപ്പ്, ഇനി വെളുത്തുള്ളി ചതച്ചിട്ട് അതും ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മത്തി കേട്ടോ. മത്തി എന്നല്ല, നമുക്ക് ഏത് മീൻ വയ്ക്കുമ്പോഴും ഇങ്ങനെ പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ചേർത്താൽ പ്രത്യേക ടേസ്റ്റാണ്. കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അരച്ച് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കട്ടോ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് വറുത്തെടുക്കാം. ഇനി മീനിൻ്റെ ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ മീനിന് തക്കാളി ഇതാ നമ്മൾ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. തക്കാളി വെന്ത് കഴിഞ്ഞിട്ട് പുളിവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. എന്നിട്ട് നമ്മൾ എല്ലാതും കൂടി ഒന്നിച്ച് വയ്ക്കുമ്പോൾ തക്കാളി വേവാൻ കുറച്ച് സമയം പിടിക്കും. പുളി ഒഴിക്കുമ്പോൾ തക്കാളി വേവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി പുളി പിഴിഞ്ഞിട്ട് നമുക്കതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. നന്നായി ഞരടിയിട്ട് അതിൻ്റെ പുളി ഫുള്ള് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കൈ കൊണ്ട് നല്ലോണം അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഒന്നുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ബാക്കി പുളി കൂടി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ബാക്കി വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കുകയാണ്. ഇനി ഇത് തിളച്ചതിന് ശേഷം നമ്മളിതിൽ മീനിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ തിളയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് നന്നായിട്ട് തിള വന്നു. ഇനി നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 4 പേരേ ഉള്ളൂ. പക്ഷേ എല്ലാവരും കറിയൊന്നും, ഞങ്ങൾ 3 പേര് മാത്രമേ കറി കൂട്ടുള്ളൂ. മോനൊന്നും കറി അല്ലാണ്ട് കൂട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കറി കഴിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് ഒരു ദിവസം വൃത്തിക്ക് കഴിക്കാനുള്ള മീൻ കറി ഉണ്ട് കേട്ടോ അത്. അപ്പോൾ പാത്രം അടച്ച് വെച്ചിട്ട് ഇനി അത് നന്നായിട്ട് തിളയ്ക്കുക. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണത്, ചെറിയ ഉള്ളിയിൽ വറവിട്ട് കൊടുക്കണം കേട്ടോ. മറ്റ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറവിടുകയാണ് കേട്ടോ.
അപ്പോൾ ഇനി ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ വറവ് മീൻ കറിക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. മീൻ കറി ഇടുമ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉലുവ ഇടാറുണ്ട് കേട്ടോ. ഈ തക്കാളിയൊക്കെ വേവിക്കുന്ന സമയത്ത് ഞാൻ അതിൽ ഉലുവ ഇട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ ഈ മത്തീൻ്റെ അല്ലാത്ത ആ സ്മെല്ലൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും കേട്ടോ. പാത്രമൊക്കെ കഴുകുമ്പോൾ നമുക്ക് ഭയങ്കര സ്മെല്ല് വരും മത്തീൻ്റെ. ഇത് അങ്ങനെ ഉലുവട്ട് വേവിക്കുമ്പോൾ അങ്ങനത്തെ മത്തിര ഭയങ്കരമായിട്ടുള്ള കുത്തുന്ന സ്മെല്ലൊക്കെ പോകും കേട്ടോ. അപ്പോൾ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ പാനിൽ തന്നെ മീൻ വറക്കാൻ പോവുകയാണ് കേട്ടോ. മീനും കൂടി വറുത്ത് കഴിഞ്ഞാൽ സമയം ഏകദേശം 1 മണി 1:30 ആവാനായി തുടങ്ങിയിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി മീൻ വറക്കുകയാണ്. കുറച്ച് വറക്കണുള്ളൂ കേട്ടോ. ഞങ്ങൾ ഉച്ചക്കേക്കുള്ളത് മാത്രം വറുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കലാണ്. രാത്രി സമയമാകുമ്പോൾ അപ്പോഴത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും മീൻ മതി. ഇനി ഇന്നലത്തെ കുറച്ച് മീൻ വെത്തൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില സ്ഥലത്തേക്ക് കൊഴുവാന്നൊക്കെ പറയും, എന്നെ തോന്നുന്നുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞങ്ങളിവിടെ വെത്തൾ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ആ മീനും കൂടി ബാക്കി ഉണ്ട്, അത് അതിലിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു സൈഡിൽ കിടന്ന് അതുകൂടി ആയിക്കോളും. അപ്പോൾ 1:30 ആയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ചോറ് കൊടുക്കണം കേട്ടോ. മോന് കൊണ്ടുവച്ചെടുത്തപ്പോൾ കഴിക്കണില്ല. ഞാൻ പിന്നെ വാരി കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ മോന് കറി വല്ലാണ്ട് കൂട്ടില്ല കേട്ടോ. എരിവ് അവന് ഇഷ്ടമില്ല. ചെറിയ എരിവാണെങ്കിൽ ഞാൻ എരിവ് കുറച്ചിട്ട് തന്നെ ഇടുക, പക്ഷെ അവന് ചെറിയ എരിവ് പോലും അവന് പറ്റില്ല. അപ്പോൾ ഉപ്പേരിയും കറി വെച്ചാലത്തെ മീൻ, വറുത്ത മീനൊക്കെ കൂട്ടിയിട്ടാണ് അവൻ കഴിക്കുന്നത്. ഇവരിത് യൂട്യൂബിൽ പുള്ളോത്തീൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ ചോറുണ്ണുന്നത്. അപ്പോൾ മക്കളൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുറച്ച് സമയം കിടന്ന ഒരു 3 മണി 3:30 ആയപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി. വൈകുന്നേരത്തെ മേലുകഴുകലൊക്കെ കഴിഞ്ഞു. ഡ്രസ്സൊക്കെ അലക്കി. നിറയെ മാങ്ങ ഉണ്ട് കേട്ടോ. ഞങ്ങളെ അടുക്കള വശത്തുള്ള മാവിൻ്റെ മുകളിലാണിത്. നിറയെ ഉണ്ട്. പ്രാവശ്യം കുറച്ച് കൂടുതൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. നടക്കുമ്പോൾ നമ്മളെ തലയിലൊക്കെ തട്ടി തടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാൻ നിറയെ മാങ്ങ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ്. ഇനി നമ്മൾ സന്ധ്യാവാനായപ്പോൾ വിളക്ക് കത്തിക്കാൻ പോവുകയാണ് കേട്ടോ. വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് നാമം ചൊല്ലലൊക്കെ കഴിഞ്ഞ്